എൻ്റെ മുടി കണ്ട ഞാൻ മുടി വെട്ടി. മക്കളെ, ഞാൻ ആലിമാണ്. ആലിമിന് എന്നെ പഠിക്കാൻ കൊണ്ടാക്കാനുള്ള വിഷയം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞമ്മക്ക് ഇക്കമാരടുത്ത് ഭയങ്കര സ്നേഹമാണ്. എന്താണ്, എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്. ഏതെങ്കിലും ഇക്കമാരെ കണ്ടു കഴിഞ്ഞാൽ ഇക്ക ചോറ് കഴിച്ചോ, ഇക്ക ചായ കുടിച്ചോ, ഇക്ക എന്താ ചെയ്യുന്നത്, ഇക്കക്ക് എത്ര രൂപ സാലറി ഉണ്ട്, ഇക്ക എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ചോദിക്കണമെന്ന് എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ബസ്സിൽ പോകുന്ന ഒരു ഇക്ക കാണാൻ നല്ല ചന്തമായിരുന്നു കേട്ടോ. ഇക്കാനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോറ് കഴിച്ച ചായ കുടിച്ച എന്നൊന്ന് ചോദിച്ചു. ഉടനെ ആ മണകുണാഞ്ച് എൻ്റെ പിന്നാലെ വന്ന്. ഞാൻ പിന്നെ പാവമില്ലേന്ന് കരുതിയിട്ട് എൻ്റെ കഴുത്തിൽ കിടന്ന നെക്ലസ് അങ്ങൂരി അങ്ങ് കയ്യിൽ കൊടുത്തു. അതോടുകൂടി അവ എനിക്ക് ജീവിതം വെച്ച് നീട്ടി മക്കളെ. ഇത് പിന്നെ നാട്ടുകാരറിഞ്ഞ് കോലാഹലമായി. അങ്ങനെ പിന്നെ എന്നെ പിടിച്ച് കല്യാണം കഴിച്ച് കൊടുത്തു മക്കളെ. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടുകാരടുത്ത് പറഞ്ഞത് കേട്ടോ, എന്നൊന്ന് കല്യാണം കഴിച്ച് കൊടു. ഇടയ്ക്ക് എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെല്ലാം കല്യാണം കഴിച്ച് 2-3 മക്കളെ പ്രസവിച്ച് എനിക്ക് 18 വയസ്സായിട്ട് പോലും എൻ്റെ വീട്ടുകാർ എന്നെ മൈൻഡ് ചെയ്യണില്ല. അവസാനം ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയപ്പോഴാണ് അവർക്ക് ബോധം വന്നതുപോ എൻ്റെ മോള് പിന്നെ പ്രായമായി അല്ലേ എന്ന്. അങ്ങനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. ആണ്ട ഒരു കിളവന്. ഞാനാണെങ്കിൽ ഒരു കുണുപാവ, എനിക്കാണെങ്കിൽ പ്രായം പോലും ആയിട്ടില്ല. ഇവർക്ക് കണ്ണീ ചോരയില്ലേ? അവരൊരു പ്രായമായ ഒരാളിനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് ഞാൻ വിടുവോ? ഞാൻ അവിടെ കിടന്ന് മൂടി വിരുത്തിട്ട് പിത്തലാട്ടം കളിച്ച് അവസാനം അങ്ങേരൊരു മുഴുക്കുടിയനായിരുന്നു കേട്ടോ. ആ മുഴുക്കുടിയൻ എന്നെ അങ്ങ് തൊലാക്ക് ചൊല്ലി. എനിക്ക് സമാധാനമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ വാപ്പാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നും കല്യാണം വേണം വാപ്പ, വാപ്പ ഇന്നും കല്യാണം വേണം വാപ്പ എന്ന് പറഞ്ഞു. വാപ്പയാണെങ്കിൽ പിന്നെ അവിടുന്ന് ഒക്കെ സ്വരുക്കൂട്ടി എടുത്ത് എവിടുന്നോ ഒരു ഗൾഫുകാരനെ കൊണ്ടുവന്നു. എനിക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഗൾഫുകാരൻ്റെ കൂടെ 27 ദിവസമേ ജീവിച്ചോളൂ. എനിക്കതൊരു ക്രൈസാണ്. എനിക്ക് മടുക്കുമ്പോൾ ഞാൻ അങ്ങ് ദൂരെ എടുത്ത് എറിയും കേട്ടോ. എനിക്ക് 27 ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് അവനെ മടുത്ത്. നോക്കുമ്പോൾ ഉണ്ട് പ്രഗ്നൻ്റഡ്. പിന്നെ ഞാൻ അതിനെയും പ്രസവിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മളെ മൂന്നാമതൊരാൾ ഫേസ്ബുക്കിൽ കൂടി നിന്നെ ഇഷ്ടമാണെന്ന്. എനിക്കങ്ങ് കോരി തരിച്ചു പോയി മക്കളെ. ഞാൻ അങ്ങനെ ആ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. ആ മരിഞ്ഞോടനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിടുവോ? ഞാൻ അവൻ്റെ കാല് രണ്ടും പിടിച്ച് കെട്ടിയിട്ട് കട്ടട എന്നാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ കല്യാണം കഴിച്ച് കേട്ടോ. പക്ഷെ എൻ്റെ വീട്ടുകാർ ദുഷ്ടക്കൂട്ടങ്ങളായിരുന്നു. ഈ വീട്ടുകാർ എന്താണ് ചെയ്തതെന്നറിയാമോ? എന്നെ വാടക വീട്ടിൽ പറഞ്ഞു വിട്ടു മക്കളെ. വാടക വീട്ടിൽ പറഞ്ഞു വിട്ടപ്പോൾ എനിക്കാണെങ്കിൽ ഈ അടുക്കളന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർക്കാനും വരും കേട്ടോ. ഞാൻ എന്തിനീ കണ്ടവർക്കൊക്കെ വേവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണത്? അവർക്കൊക്കെ വേണമെങ്കിൽ എനിക്കും കൂടി വേവിച്ച് തരണം. എനിക്കല്ലാതെ വേവിച്ച് ഇവർക്ക് തിന്നാൻ കൊടുക്കാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റൂല. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവന് നേരത്തിനും കാലത്തിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടിൻ്റെ അടുക്കളയിൽ പോയിരുന്ന് തിന്ന്. അത് തിന്നല് മാത്രം ആ അയൽവക്കത്തുള്ള ഇത്താൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന്. ഞാൻ വിടുവോ മക്കളെ? ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലി അവൻ്റെ മുണ്ട് വരെ ഉരിഞ്ഞെടുത്ത്. എന്നിട്ട് എനിക്ക് ദേഷ്യം തീരണില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്തിന് ചെയ്തെന്നറിയാമോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്ത്. വേറെ ഒന്നുമില്ല, സംഘം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് അങ്ങോട്ട് പരാതി കൊടുത്തു മക്കളെ. ഇതൊക്കെ ഒരു തെറ്റാണോ? ഇവൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ഉടൻ തന്നെ ഗൾഫിൽ കയറി പോയിട്ട് അവൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരു മന്തു പെണ്ണിനെ കല്യാണം കഴിച്ചു മക്കളെ. കല്യാണം കഴിച്ച് അതോടുകൂടി എൻ്റെ ജീവിതം നായ നക്കി മക്കളെ. ഞാനിതെങ്ങനെ സഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ട് ദാണ്ട് വരണ ഒരു യൂട്യൂബിലൊരു ചാജി എന്ന് പറയണ പെണ്ണ് കുറേ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് എത്തിയ മക്കളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അടുത്ത് തലയിൽ വെച്ചേക്കുന്നു. എനിക്കാണെങ്കിൽ മുമ്പേ അസൂയ കുശുമ്പ് എന്നുള്ള സാധനമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവളെപ്പോലെ എനിക്കാവണം.
അങ്ങനെ ഞാനും തുടങ്ങി മക്കളെ ഒരു യൂട്യൂബ്. ഈ യൂട്യൂബിൽ കൂടി ഞാൻ അവൾ എന്ത് വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. അവൾ എന്തിരി ചെയ്താലും ഞാൻ ഏറ്റുപിടിക്കുമായിരുന്നു മക്കളെ. ഞാൻ അങ്ങനെ ഏറ്റുപിടിച്ച് പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒറ്റപ്പെടലിൻ്റെ വേദനയായിരുന്നു മക്കളെ. എനിക്കാണെങ്കിൽ ഈ ഇക്കമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്സാണ് മക്കളെ. യൂട്യൂബിൽ വീഡിയോ ചെയ്തപ്പോൾ കുറേ കോഴി ഇക്കമാർ എൻ്റെ വാട്സപ്പിൽ കയറി വന്ന് കേട്ടാ, ഞാൻ വിടുവോ? എല്ലാ ഇക്കമാരെയും ഞാൻ ചേർത്തണച്ച് എല്ലാവരെയും ഞാൻ നോക്കി, എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറി. എല്ലാവരും എന്തൊക്കെ തിന്ന് എന്തൊക്കെ കുടിച്ച് അവർ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും തൂറുമ്പോഴും തുമ്മുമ്പോഴും എല്ലാം എൻ്റെ അടുത്ത് പറയും. എന്ത് നല്ല സ്നേഹമുള്ള ഇക്കമാർ. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നുന്നു. മണാളാൻ്റെ കൂടെ ഞാൻ വീണ്ടും ഇറങ്ങി വന്ന മക്കളെ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെന്ന് പറയുന്നത് ഞമ്മക്ക് ഭയങ്കര ഇതെന്താണ്, ഇത് വായിലോട്ട് വന്നിരി എന്നാലല്ലേ രസമുള്ളൂ. വെട്ടിയിട്ടിട്ട് ഇത് വായിലോട്ട് വന്നിരിക്കണില്ല. എന്തെന്നാണിത് വായിലോട്ട് വന്നിരി? മക്കളെ എന്നെ കാണാൻ നല്ല രസമില്ലേ? ഞാൻ മുടിയൊക്കെ വെട്ടി കേട്ടാ. ഈ ആലിമായത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഫാഷനായിട്ടൊക്കെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഖബറിൽ ഞാൻ മാത്രമാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഇപ്പോൾ ഖബറിലൊക്കെ പോകാനൊക്കെ പറ്റും. എൻ്റെ ഒരു കുഞ്ഞുണ്ട് സ്വർഗത്തിൽ, എന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട് സ്വർഗത്തിൽ, കൈ നീട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ഞാൻ വീണ്ടും പ്രഗ്നൻ്റാണ്. എനിക്കാണെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആവണം. ഈ മറ്റുള്ളവരെല്ലാം യൂട്യൂബിൽ വന്ന് വൈറലായവർക്കെല്ലാം കുറേ മക്കളുണ്ട് മക്കളെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? സിൽഹ 5 മക്കളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റിഷാമു 6 മക്കളുണ്ട്. അതുപോലെ തന്നെ ഷാജി 5 മക്കളുണ്ട്. ഇപ്പം പിന്നെ ഒരു തല തെറിച്ച ഒരു സാധനം വന്നിട്ടുണ്ട്. അവളെ കൊണ്ട് സ്വൈരയില്ല. അവക്കുണ്ട് 6 മക്കള്. എന്തിനു കൊള്ളാം എടി? നിനക്ക് ഒരുത്തൻ്റെ കൂടെ ഇരുന്നിട്ടല്ലേ 6 മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്? എടി എന്നെ കണ്ട് പടിയടി. എൻ്റെ 4 മക്കൾ, 3 മക്കൾ, 3 ഭർത്താക്കന്മാരുടേതാണ്. എടി അതിനൊക്കെ ഒരു ക്വാളിറ്റി വേണോടി. 3 മക്കളെ 3 ഭർത്താക്കന്മാരിൽ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ക്വാളിറ്റി വേണം. നിനക്ക് പറ്റുമോടി? എടി നിനക്ക് പറ്റുമോ? ഇനിയും ഞാൻ ഉണ്ടാക്കും. 4ാമത്തെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ 4ാമത്തെ കുഞ്ഞ് ഇപ്പം വരും. താലോലം ആട്ടിക്കൊണ്ട് ഞാൻ വരും. ഇത് മാത്രമല്ല, ഈ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ നിവർത്തിയില്ല ഗൈസ്. എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തെണ്ടേം ചെയ്യും. നീ എന്ത് ചെയ്യുമടി? നീ എന്ത് ചെയ്യും? നിനക്ക് തെണ്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ എന്തൊക്കെയാടി നീ പറഞ്ഞത്? എനിക്ക് അവിഹിതമൊന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടാ മനുഷ്യരെ? എനിക്ക് അവിഹിതമൊന്ന്. ഇവൾ ഈ ഉണ്ടക്കണ്ണുള്ള പെണ്ണ് പറയാണ്. ഈ ഉണ്ടക്കണ്ണുള്ള പെണ്ണല്ല, അവൾ 40 വയസ്സ് കഴിഞ്ഞ് അവളുടെ ബ്ലഡ് ഉണ്ടല്ലോ കട്ടായി പോയിട്ടുണ്ട്. അവൾക്കിനി പ്രസവിക്കാൻ പോലും പറ്റൂല. പ്രസവിച്ച് എടി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്നെ പ്രസവിച്ച് തോൽപ്പിക്കടി. നീ എന്നെ പ്രസവിച്ച് തോൽപ്പിക്കടി. ഞാൻ ഇനിയും പ്രസവിക്കൂടി. ഞാൻ അങ്ങനെ പ്രസവിച്ച് കൂട്ടിയിട്ട് ഞാൻ റോട്ടിലൊരു റാലി തന്നെ ഉണ്ടാക്കൂടി. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റൂടി? നിന്റെ മക്കളെ പോലെയൊന്നുമല്ല. നിന്റെ മക്കൾ എന്തോന്നു, ഒരു വാപ്പേരെ 6 മക്കള്. അയ്യേ പോയി പണി നോക്കണേ. നിനക്ക് നാണം ഉണ്ടാടി? നിനക്ക് ഇനിയും ഞാൻ പണി തരുകൂടി. നീ എന്നെ എൻ്റെ കാര്യം പറയൽ അവസാനിപ്പിക്കുന്നു, അന്ന് നിന്റെ കാര്യവും ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കും. നീ മറ്റേ ആറ്റിങ്ങക്കാരിയല്ലേ? എൻ്റെ കാമുകം പറഞ്ഞിട്ടുണ്ട് നീ ആറ്റിങ്ങക്കാരിയാണെന്ന്. നിന്നെ ഞങ്ങൾ ആറ്റിങ്ങ വന്നിട്ട് പൊക്കോടി. നിന്നെ ഞങ്ങൾ ഭീമാപ്പള്ളി കയറിയിട്ട് ഞങ്ങൾ ചക്കെന്ന് പറഞ്ഞിട്ട് അറക്കോടി കാണിച്ചു തരാണ്. എന്നിട്ട് ഞാൻ 5ാമത്തെ, നിങ്ങൾക്കറിയാമോ മക്കളെ, 5ാമത്തെ കുഞ്ഞിനെയാണ് മക്കളെ ഞാൻ പിന്നെ വയറ്റിൽ ചുമക്കുന്നത്. എനിക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല. ചുച്ചു എന്നിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഈ 5ാമത്തെ കുഞ്ഞിനെയും കൂടി പ്രസവിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ആലലാതി മണാഞ്ച ഇവനെ ഞാൻ വലിച്ച് ദൂരെ ഞാൻ എറിയുന്നുണ്ട്.
ഒരു ചാനൽ എടുത്തിട്ട് ആ ചാനലിൽ എന്നെ ഒരു വീഡിയോ ഇടാൻ ഇവൻ സമ്മതിക്കൂല. ഞാൻ പിന്നെ വിടുവോ, ഞാൻ തന്നെ വലിഞ്ഞ് കയറിപ്പോയിട്ട് ഞാൻ വീഡിയോ ഇടും. ഇവൻ പറയും എൻ്റെ അടുത്ത് വരണ്ടെന്ന്. അവനെ ഞാൻ കാണിച്ചു തരാം, ഞാൻ പ്രസവിച്ച് തീരട്ടട എന്നാ ഞാൻ കാണിച്ചു തരാടാ. ആ പിന്നെ മക്കളെ എന്നെ വെറുതെയാണ് മക്കളെ, എന്നെ അവിഹിതകാരിയായിട്ട് ഇവള് സങ്കല്പിക്കുന്നതാണ് മക്കളെ, ഇവള് ഉണ്ടാക്കി പറയണതാണ് മക്കളെ. അവൾക്ക് ഭയങ്കര അസൂയാണ്, അവൾക്ക് അസൂയ മൂത്ത് ഭ്രാന്തായതാണ്. ഇവളടുത്താണ് ഞാൻ എൻ്റെ ഈ കാമുകൻ്റെ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത്. ഞാൻ വേറെ ഒരാളടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല മോളെ. ഇവളടുത്ത് ഞാൻ വേണ്ടിയിട്ട് 5 മാസം 6 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ ഇക്കാനെ കണ്ട് ഞാൻ ബോധ്യപ്പെട്ടത് എപ്പോഴെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ റമദാനിൻ്റെ സമയത്താണ്. ഇവളടുത്ത് ഞാൻ മിണ്ടിയത് കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ട് പോലും ഇവളുടെ അടുത്താണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്നിട്ട് ഈ കണ്ടം കാലത്ത് എല്ലാവരും മുമ്പിലും പറഞ്ഞു കൊടുത്ത് ഇവ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വന്ന് എപ്പോഴും ഒളിച്ചിരിക്കുമെന്ന്. ഇവക്ക് അസൂയാണ് മക്കളെ, ഇവക്ക് ഭയങ്കര അസൂയാണ് മക്കളെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറൊരു പണി കൂടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. ഇവളുടെ ഭർത്താവ് ഭയങ്കര പാവമാണ് കേട്ടോ മക്കളെ. ഈ ഭർത്താവ് ഉണ്ടല്ലോ, ഇവൾ രാവിലെ കാലങ്ങളിൽ കാണൂല. ഇവളുടെ മക്കളെ കൊണ്ടുവന്നാക്കാനും പച്ചക്കറി വാങ്ങിക്കാനും ഒക്കെ ഇവൾ പോവും. ഈ സമയം നോക്കിയിട്ട് ആ ഇക്കാനെ ഒന്ന് പഞ്ചാര അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുമായിരുന്നു. ആ കാലമാടെ അത് അപ്പം തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തേക്കുന്നു. അയ്യേ ഭാര്യയെ പാവാടവള്ളിയായിട്ട് നടക്കണം ചെറ്റ, അയ്യേ നിനക്ക് നാണം ഉണ്ടാടാ, നിന്റെ മൂക്കാമണ്ട ഞാൻ അടിച്ച് പൊട്ടിച്ചു കളയും, ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് സംസാരിച്ചാൽ നിന്നെ വായിക്കാത്ത നടക്കണം, മുത്തന്തട പൊളിഞ്ഞു പോവോടാ. ഇനി മക്കളെ, ഞാൻ 4ാമത് പ്രഗ്നൻ്റ് ആണ് മക്കളെ. എൻ്റെ 4ാമത്തെ കുഞ്ഞിൻ്റെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം മക്കളെ. നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം മക്കളെ. ഏതോ മണകുണാഞ്ചന്മാർ ഞങ്ങളെ ലൈവിൽ വന്നിരുന്നുകൊണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഇക്കായും നല്ല ഭംഗിയാണ് എന്ന്. ഞങ്ങളത് വെള്ളം തൊടാതെ അങ്ങോട്ട് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കണ്ണാടി നോക്കാറേ ഇല്ലല്ലോ. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഭംഗിയുണ്ട്. ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികൾ. നിങ്ങൾ സമ്മതിക്കണം കേട്ടോ മക്കളെ. നിങ്ങൾ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും കൂടി തരണം കേട്ടോ മക്കളെ. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്.